കുസാറ്റിലെ സിൻഡിക്കേറ്റ് അംഗം PK ബേബിക്കെതിരായ വിദ്യാർത്ഥിയുടെ പരാതിയിൽ SFIക്കെതിരെ ഇടത് അധ്യാപക സംഘടന. വിദ്യാർത്ഥിയുടെ പരാതിക്ക് പിന്നിൽ SFI നേതാക്കളുടെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച് ഇടത് അധ്യാപക സംഘടന പോലീസിൽ പരാതി നൽകി. കുസാറ്റിലെ കലോത്സവത്തിനിടെ PK ബേബി കടന്നു പിടിച്ചു എന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതി അതിൽ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അധ്യാപക സംഘടന ഇങ്ങനെ SFIക്കെതിരെ രംഗത്ത് വരാനുള്ള സാഹചര്യം എന്താണ്? അവർ പറയുന്ന കാര്യം എന്താണ്? കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുസാറ്റിൽ നടന്ന കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് പരാതി. പെൺകുട്ടിയുടെ പരാതിക്ക് അടിസ്ഥാനം. അന്ന് ഈ PT ബേബി, സിൻഡിക്കേറ്റ് അംഗം PT ബേബി ദേഹത്ത് കയറി പിടിച്ചു എന്നുള്ളതായിരുന്നു പരാതി. നേരത്തെ ഈ പരാതി ഒത്തുതീർപ്പാക്കി എന്നുള്ളതായിരുന്നു പറയപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പെൺകുട്ടി ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇടത് അധ്യാപക സംഘടന ഈ പെൺകുട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പരാതിക്ക് പിന്നിൽ SFI നേതാക്കൾ ഉൾപ്പെട്ടുള്ള ഗൂഢാലോചനയാണെന്നുള്ളതാണ് ഇടത് അധ്യാപക സംഘടന ആരോപിക്കുന്നത്. ഈ ഇടത് അധ്യാപക സംഘടന ഈ വിഷയം CPM നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷ സംഘടനകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഈ വിഷയം കടന്നിരിക്കുകയാണ്. എന്തായാലും SFI ഇപ്പോൾ അവസാനമായി വ്യക്തമാക്കുന്നത് പരാതി നൽകിയ പെൺകുട്ടിക്കൊപ്പമാണ് തങ്ങൾ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇടത് അധ്യാപക സംഘടന PT ബേബിക്ക് വേണ്ടി, സിൻഡിക്കേറ്റ് അംഗം PT ബേബിക്ക് വേണ്ടിയിട്ടും നിലയുറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇടത് രാഷ്ട്രീയത്തിൽപ്പെട്ട രണ്ട് സംഘടനകൾ തമ്മിൽ മുഖാമുഖം എത്തിയിരിക്കുകയാണ്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.